ക്രിക്കറ്റ് ലോകം ആഘോഷിക്കുന്ന കളിക്കളത്തിൽ ഒരു അതുല്യ പ്രതിഭയെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ബാറ്റ് കൊണ്ട് കവിത എഴുതുന്ന ഒരാൾ, ക്രിക്കറ്റിനെ അത്രയേറെ സ്നേഹിക്കുന്ന ഒരു ആരാധകൻ പോലും ഇത്രയും അനായാസമായി ഒരാൾക്ക് എങ്ങനെ പന്ത് ഗാലറിയിൽ എത്തിക്കാൻ കഴിയുമെന്ന് അത്ഭുതപ്പെട്ടു പോകും. അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിന് ഒരു പ്രത്യേക താളമുണ്ട്. അത് ശക്തിയുടെ പ്രകടനമല്ല, മറിച്ച് അലസമായ സൗന്ദര്യമാണ്. അതെ, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെടുംതൂണായ ആരാധകർ സ്നേഹത്തോടെ ഹിറ്റ്മാൻ എന്ന് വിളിക്കുന്ന രോഹിത് ശർമ്മയെ കുറിച്ചാണ്. ചരിത്രം തിരുത്തി എഴുതിയ ഒരു പുതിയ അധ്യായത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സാധാരണ യുവതാരത്തിൽ നിന്ന് ലോക റെക്കോർഡുകളുടെ രാജാവിലേക്കുള്ള രോഹിത്തിന്റെ ഐതിഹാസികമായ യാത്ര. അടുത്തിടെ റാഞ്ചിയിലെ സ്റ്റേഡിയത്തിൽ സംഭവിച്ച ആ നിമിഷം അത് കേവലം ഒരു സിക്സർ മാത്രമായിരുന്നില്ല. അതൊരു യുഗം അവസാനിക്കുകയും മറ്റൊന്ന് തുടങ്ങുകയും ചെയ്യുന്നതിന്റെ പ്രഖ്യാപനമായിരുന്നു. ബൗളിംഗ് എൻഡിൽ മാർക്കോ യാൻസൺ നിൽക്കെ തന്റെ ഇഷ്ടവിനോദമായ ഫുൾ ഷോട്ടിലൂടെ ഹിറ്റ്മാൻ പന്ത് ഡീപ് സ്ക്വയർ ലെഗിലൂടെ ഗാലറിയിലേക്ക് പറത്തി. ആ നിമിഷം ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന വലിയ നാഴികക്കല്ല് തകർന്നു വീണു. 15 വർഷം പഴക്കമുള്ള പാകിസ്ഥാന്റെ ഇതിഹാസ താരം ഷാഹിദ് അഫ്രീദിയുടെ റെക്കോർഡാണ് പഴങ്കഥയായത്. 352 തവണയാണ് വൺ ഡേ മത്സരങ്ങളിൽ ഹിറ്റ്മാന്റെ ബാറ്റിൽ നിന്ന് പന്തുകൾ ഗാലറിയിലേക്ക് മൂളിപ്പറന്നത്. ഇത് അദ്ദേഹത്തിന്റെ കേവലമുള്ള റെക്കോർഡല്ല, മറിച്ച് തന്റെ ഇഷ്ടവിനോദത്തെ ലക്ഷ്യബോധത്തോടെ പിന്തുടർന്ന ഒരു കളിക്കാരന്റെ നിശ്ചയദാർഢ്യത്തിന്റെ അടയാളമാണ്. എന്നാൽ ഈ ഹിറ്റ്മാന്റെ പിറവി ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. തുടക്കത്തിൽ രോഹിത്തിന്റെ യാത്ര വളരെ മന്ദഗതിയിലായിരുന്നു. ഒരുപാട് പന്തുകൾ നേരിടേണ്ടി വന്നു, ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. ഏകദിനത്തിൽ തന്റെ ആദ്യ സെഞ്ചുറി കുറിക്കാൻ രോഹിത്തിന് 40 ഇന്നിംഗ്സുകൾ വേണ്ടി വന്നു. അപ്പോഴേക്കും 1023 പന്തുകൾ അദ്ദേഹം ഈ മൈതാനങ്ങളിൽ നേരിട്ട് കഴിഞ്ഞിരുന്നു. ആ കാലഘട്ടം വരെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗിൽ നിന്ന് പിറന്ന സിക്സറുകളുടെ എണ്ണം എത്രയാണെന്നോ? വെറും 5. എത്ര പതുക്കെയാണ് അദ്ദേഹം തുടങ്ങിയെന്ന് ഓർക്കണം. പ്രതിഭയുണ്ടായിട്ടും സ്ഥിരത ഇല്ലാത്തതിന്റെ പേരിൽ പലപ്പോഴും തഴയപ്പെട്ട ഒരു കാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടെയാണ് അദ്ദേഹം തന്റെ സ്വപ്നങ്ങൾ വീണ്ടും രൂപപ്പെടുത്തിയത്. രോഹിത്തിന്റെ കരിയറിലെ വഴിത്തിരിവായ വർഷം 2013 ആണ്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ച് അദ്ദേഹം തന്റെ ആദ്യ ഏകദിന ഡബിൾ സെഞ്ചുറി കുറിച്ചു. അന്ന് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് 16 സിക്സറുകളായിരുന്നു. ആ ഡബിൾ സെഞ്ചുറിക്ക് മുൻപ് 102 ഏകദിനങ്ങളിൽ നിന്ന് വെറും 36 സിക്സറുകൾ മാത്രമാണ് രോഹിത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ മാറ്റത്തിന് ശേഷം കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. ശരാശരി ഓരോ 27 പന്തിലും അയാൾ സിക്സറുകൾ പറത്തി തുടങ്ങി. ഈ ട്രാൻസ്ഫോർമേഷൻ കേവലം ഒരു സ്ഥാനക്കയറ്റമോ ബാറ്റിംഗ് പൊസിഷൻ മാറ്റമോ ആയിരുന്നില്ല, മറിച്ച് ഒരു കളിക്കാരൻ തന്റെ കഴിവുകളിൽ ആത്മവിശ്വാസം നേടിയതിന്റെയും കളിയുടെ താളം മനസ്സിലാക്കിയതിന്റെയും തെളിവായിരുന്നു. ആ കഠിനാധ്വാനമാണ് അദ്ദേഹത്തെ ഹിറ്റ്മാൻ എന്ന വിളിപ്പേര് അന്വർത്ഥമാക്കാൻ സഹായിച്ചത്. അവിടെ നിന്നും രോഹിത് നടന്നു കയറിയത് റെക്കോർഡുകളുടെ സിംഹാസനത്തിലേക്കാണ്. ഏകദിന ക്രിക്കറ്റിൽ 3 ഡബിൾ സെഞ്ചുറികൾ നേടിയ ഒരേ ഒരു താരമാണ് അദ്ദേഹം. 2014 ശ്രീലങ്കയ്ക്കെതിരെ 9 സിക്സറുകളും 2017 അതേ ടീമിനെതിരെ മൊഹാലിയിൽ 12 സിക്സറുകളും പായിച്ചാണ് അദ്ദേഹം ഈ നേട്ടം ആവർത്തിച്ചത്. ഏകദിനത്തിൽ 352 സിക്സറുകൾ പറത്തിയതിൽ 232 എണ്ണവും പേസ് ബൗളർമാർക്കെതിരെയായിരുന്നു. കൂടാതെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന റെക്കോർഡും ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന നേട്ടവും രോഹിത്തിന്റെ പേരിൽ തന്നെയുണ്ട്. കുട്ടി ക്രിക്കറ്റായ 2020ലും 200 സിക്സറുകൾ കുറിച്ച ലോകത്തിലെ ഏക താരവും മറ്റാരുമല്ല. ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവാതിരിക്കില്ല. ഒരു പ്രായം ചെന്ന താരം എന്ന് പരിഹസിച്ചവർക്ക് രോഹിത് മറുപടി നൽകിയത് തന്റെ ബാറ്റ് കൊണ്ടാണ്. ദക്ഷിണാഫ്രിക്കയിൽ പരമ്പര നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള വിമർശനങ്ങളെയും ടീമിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള അടക്കം പറച്ചിലുകളെയും അദ്ദേഹം നേരിട്ടത് നിശബ്ദമായാണ്. ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യ അടിയറവ് പറഞ്ഞ പരമ്പരയിൽ പോലും രോഹിത് പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരം നേടി. പ്രത്യേകിച്ചും ഡിസ്നിയിലെ ആ നിർണായക മത്സരം. അവിടെ രോഹിത് പുറത്താകാതെ നേടിയ 121 റൺസ്. അത് തന്റെയും കോഹ്ലിയുടെയും സാന്നിധ്യം ടീമിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് കണ്ണടച്ച ഇരുട്ടടയ്ക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള വ്യക്തമായ മറുപടിയായിരുന്നു. ശരീരം അനുവദിക്കുമോ എന്ന ചോദ്യം ചോദിക്കുന്നവർക്ക് അദ്ദേഹം നൽകുന്ന ഒരൊറ്റ മറുപടിയേ ഉള്ളൂ: ഞാൻ മതിയാക്കി എന്ന് പറയുന്നത് വരെ നിങ്ങൾ ഇനിയും ഈ ചോദ്യം ആവർത്തിക്കരുതെന്ന്. വയസ്സ് 40നോട് അടുക്കുമ്പോഴും ഇപ്പോഴും ഗാലറിയിലേക്ക് പന്തുകൾ അനായാസം പായിച്ചുകൊണ്ട് തന്റെ ഇഷ്ടവിനോദം തുടർന്ന രോഹിത് ശർമ്മ അദ്ദേഹം ഒരു പ്രതീകമാണ്. കഠിനാധ്വാനത്തിനും ദീർഘവീക്ഷണത്തിനും ഒടുവിൽ ലഭിക്കുന്ന വിജയത്തിന്റെ പ്രതീകം. അദ്ദേഹത്തെ ഒഴിവാക്കാൻ പുതിയ കാരണങ്ങൾ തേടുന്നവർക്ക് പോലും ഒരു വെല്ലുവിളിയായി 2027 ലോകകപ്പ് വരെ താൻ ഫിറ്റ് ആയിരിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം രോഹിത് ശർമ്മ എന്ന കളിക്കാരൻ നൽകുന്നത് കേവലം വിജയങ്ങൾ മാത്രമല്ല, ക്രിക്കറ്റ് ആരാധകർക്ക് അവരുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾക്കിടയിൽ ആസ്വദിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു കലാവിരുന്ന് തന്നെയാണ്.
ആ ശൈലി, ആ സൗന്ദര്യം, അതുകൊണ്ട് തന്നെ രോഹിത് ഷോ തുടരുക തന്നെ ചെയ്യും.